ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുത ആഴമേറിയ ഒരു കുഴിയിലേക്ക് വീഴുവാനിടയായി തീർന്നു. ഈ ഉടമസ്ഥന് വളരെ പരിശ്രമിച്ചു ഈ കഴുതയെ ഈ കുഴിയിൽ നിന്ന് കയറ്റാൻ. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഈ കഴുതയെ ഈ കുഴിയിൽ നിന്ന് തനിക്ക് കയറ്റുവാനായിട്ട് കഴിയത്തില്ല. വേറെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മനുഷ്യനൊരു തീരുമാനമെടുത്തു, ജീവനോടെ ഈ കഴുതയെ മൂടിക്കളയാൻ. അതിനായിട്ട് അദ്ദേഹം മണ്ണ് ഈ കഴുതയുടെ മുകളിലേക്ക് ഇടുവാനായിട്ട് തുടങ്ങി. തൻ്റെ മുകളിലേക്ക് വന്ന മണ്ണിനെ ഈ കഴുത കുലുക്കി അങ്ങ് മാറ്റി. വീണ്ടും കൂടുതൽ മണ്ണ് ഈ യജമാനന് ഈ കഴുതയുടെ മുകളിലേക്ക് ഇടുവാനിടയായി തീർന്നു. അതിനെ ഓരോന്നായിട്ട് ഈ കഴുത കുലുക്കി തൻ്റെ ദേഹത്തു നിന്നും മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മണ്ണ് അധികമായിട്ടിടാൻ തുടങ്ങിയതോടുകൂടി അതിൻ്റെ മുകളിലേക്ക് ഈ കഴുത കുലുക്കി മാറ്റി ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഈ കഴുത കയറി നിൽക്കുവാനിടയായി തീർന്നു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ കഴുത ഈ കുഴിയിൽ നിന്ന് വെളിയെ വരുവാനിടയായി. കാരണം മണ്ണ് വീണ് അതിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് ഈ കഴുത ഈ കുഴി മാറി പിന്നെ ഈ ലാൻഡിലേക്ക് അത് കയറുവാനായിട്ടിടയായി തീർന്നു. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഒരു സ്ഥാനത്താണ് അവസാനം ഈ കഴുത നമ്മൾ കാണുന്നത്. പുൽമേടുകളുള്ള സ്ഥലത്ത് ഈ പുല്ലൊക്കെ തിന്നുകൊണ്ട് ഈ കഴുത അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിസന്ധിയുടേതായ മേഘങ്ങൾ അഥവാ പ്രതികൂലങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത്, ആഞ്ഞടിക്കുന്ന സമയത്ത്, നമ്മളെ മുക്കിക്കളയുവാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടാതെ നമ്മൾ ആ പ്രോബ്ലത്തെ ദൂരേക്ക് വലിച്ചെറിയുവാനായിട്ട് ഇടയാകണം. പ്രോബ്ലത്തെ മാറ്റി നിർത്തിയിട്ട് സൊല്യൂഷനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കേന്ദ്രീകരിച്ചാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. തൻ്റെ മേൽ വീണ ആ മണ്ണിനെ, ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്, അഥവാ ഇതോടുകൂടി ഞാൻ തീരും എന്ന കഴുത ചിന്തിച്ചിരുന്നെങ്കിൽ ആ മണ്ണിൻ്റെ ഉള്ളിൽ അഥവാ ആ കുഴിക്കുള്ളിൽ ഈ കഴുതയുടെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നു. ബൈബിൾ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അപ്പം ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, ഈ പ്രതികൂലങ്ങളെ നേരിടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കഷ്ടങ്ങളുടെ വേളകളിൽ നമ്മളുടെ ശക്തിയിൽ ആശ്രയിച്ച് നിൽക്കാതെ ദൈവത്തെ നമ്മൾ ആശ്രയിച്ചാൽ ഉടമസ്ഥനായ ദൈവം അഥവാ സകലതും അറിയുന്ന ദൈവം, നമ്മുടെ ക്രിയേറ്ററായ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ മുമ്പിൽ വരുന്ന പരീക്ഷയുടെ മുമ്പിൽ ഒരു പോക്കുവഴി ദൈവം ഉണ്ടാക്കും. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിന് ഏത് അടഞ്ഞ വാതിലിനെയും തുറക്കുവാനായിട്ട് കഴിയും. അതിനാൽ പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടാതെ, പ്രതിസന്ധികൾ ഒരു സത്യം തന്നെയാണ്, എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരും. അത് മാത്രമല്ല, മരണത്തിൻ്റെ നിലവിളികൾ ഉയരേണ്ട സ്ഥാനത്ത് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ദൈവത്തിന് നൽകി തരുവാനായിട്ട് കഴിയും.